ഒരു 4-5 ദിവസത്തെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ പാരീസിനോട് ഇന്ന് ബായ് പറയും. നമുക്ക് ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം ഐഫിൽ ടവറിൻ്റെ അവിടെയൊക്കെ നിന്ന് ഐഫിൽ ടവറിനോട് ബായ് പറയാനൊരു വിഷമം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഐഫിൽ ടവറിനോടൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ ബസ്സിൽ പോവാം. നമ്മുടെ ഐഫിൽ ടവറിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ലാസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് പാരീസിലെ ലാസ്റ്റ് മൊമെൻ്റ് അല്ല. നമുക്ക് 1-2 സ്ഥലം കൂടെ ഇനിയും വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഈ ഒരു പാരീസിലൊരു സിറ്റി കാണാനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫിൽ ടവറിന് ചുറ്റും കുറച്ചും കൂടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരും കുറച്ചുകൂടെ ക്രൗഡഡുമാണ്. നമുക്ക് ഒരു ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പാരീസിൻ്റെ ഭംഗി ശരിക്കും ഈ ഒരു സിറ്റിയിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അതായത് കുറച്ചും കൂടെ നല്ല ആൾക്കാർ അങ്ങനെയുള്ള, അതായത് ഐഫിൽ ടവറിൻ്റെ അവിടെ എപ്പോഴും നമുക്കൊരു പേടി, അതായത് നമ്മളോട് എല്ലാവരും പറഞ്ഞിരുന്നു ശ്രദ്ധിക്കണം, എല്ലാ സാധനങ്ങളും പോക്കറ്റ് അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു ഐഫിൽ ടവറിൻ്റെ അവിടെ. പക്ഷേ നമുക്ക് പാരീസ് എന്താന്ന് കുറച്ചും കൂടെ അവിടുത്തെ ഒരു കെട്ടിടങ്ങളിലൊരു ഭംഗി, അത്രയും ക്രൗഡഡ് അല്ലാത്ത ഒരു സ്ഥലം, അതൊക്കെ എൻജോയ് ചെയ്യാൻ ഈ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തിനോടും ബായ് പറഞ്ഞ് നമുക്ക് ഒരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്. ആ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അങ്ങനെ ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രാൻസിലത്തെ ആൾക്കാർ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. കൂടാണ്ട് കുറച്ചുകൂടെ അടിപൊളി കെട്ടിടങ്ങൾ, നല്ല വിൻറ്റേജ് ലുക്ക് തന്നെയാണ് അവിടെ മൊത്തം. പക്ഷെ ഒന്നുകൂടെ കൂടുതൽ ഭംഗി ഇവിടെ ഉണ്ട് എന്ന് തോന്നി. പിന്നെ അത്ര ക്രൗഡഡ് ആണെങ്കിലും ഐഫിൽ ടവറിന് ചുറ്റും ആ ഒരു ഭാഗത്തുള്ള അത്രയും ക്രൗഡഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു വിഷമം. കാരണം ഇത് കുറച്ചുകൂടെ നമുക്കൊരു സിമ്പിളല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നന്നായി പൊടിയെങ്കിലും നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് അല്ലേ. കുറേ സ്ഥലങ്ങൾ കാണുക, കുറേ പുതിയ പുതിയ അനുഭവങ്ങൾ, നമ്മൾ ഒരുമിച്ചുള്ള യാത്ര, അതിൻ്റെ ഇടയിലുള്ള തല്ല് വഴക്ക്, നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം അടിപൊളിയല്ലേ. അങ്ങനെ